മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചസ് ആർമിയുടെ ഒരു സ്വർഗീയ സമ്മാനം മധുരമൊഴി. പേര് പോലെ തന്നെ മധുരിക്കും വിധം ഓരോ കുടുംബങ്ങളെ സ്വർഗം നോക്കി നടക്കുന്ന കുടുംബങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും നമ്മുടെ സാഹചര്യങ്ങളിൽ എങ്ങനെ സ്വർഗീയരായ മക്കളെ വളർത്തിക്കൊണ്ടു പോകാമെന്നുള്ള പരിശ്രമങ്ങളുമാണ് നമ്മുടെ ഈ ചെറിയ അരമണിക്കൂർ സംസാരം. നമ്മെ സഹായിക്കാനായിട്ട് ഏഞ്ചസ് ആർമി വന്നിരിക്കുന്ന കുടുംബം തൃശ്ശൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ട ജോബി ചേട്ടനും ജോംസ് ചേച്ചിയുമാണ്. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ഇന്റർസെഷൻ മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവായിട്ട് കുറേ നാളുകളായിട്ട് മിനിസ്റ്റർ ചെയ്യുന്നവരാണ്. അവർ രണ്ട് മക്കളുണ്ട് അല്ലേ? രണ്ട് മക്കളുണ്ട്. മക്കൾ എന്തോരൊക്കെ ആയി? ഒരാൾ 9, ഒരാൾ 7. ഒരാൾ 9, ഒരാൾ 7. കുടുംബത്തെ സ്നേഹപൂർവ്വം മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപേട്ടനാണ്. ചേട്ടൻ നേരത്തെ എപ്പിസോഡ് വന്നിട്ടുള്ളതാണ് ഓൾറെഡി. പ്രദീപേട്ടൻ എറണാകുളത്ത് വരുന്നു. എറണാകുളത്ത് ചേട്ടന് 8 മക്കളുണ്ട്. ചേട്ടൻ, ചേച്ചി 8 മക്കൾ. ചേട്ടനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ ഡയറി ഒന്ന് പറയാമോ? ഒന്ന് വിശദീകരിച്ച് ജസ്റ്റ് ഒന്ന്. ഞാൻ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നു. ക്ഷീരമേഖലയിൽ ഡയറി ഫാമിംഗ്, പശു വളർത്തലിൽ താല്പര്യമുള്ള ആളുകളുമായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു, അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ കാര്യമുണ്ട്, സൺഡേ സ്കൂൾ അധ്യാപകനാണ്. വർഷങ്ങളായിട്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. തീർച്ചയായിട്ടും അതിൽ ഞാൻ അഭിമാനിക്കുന്നു. വെരി ഗുഡ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രദീപേട്ടനെയും മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഇടവപ്പള്ളിയിൽ ഞങ്ങൾക്ക് ഞായറാഴ്ച ഞാനും വികാരിയച്ഛനുണ്ട്. എന്നാലും ഒരാൾ 5 കുർബാനയൊക്കെ ചിലപ്പോൾ ചെല്ലേണ്ടേക്ക് വരും. ഞാനപ്പോൾ എൻ്റെ 5ാമത്തെ അവസാനത്തെ കുർബാന വൈകുന്നേരം 6 മണിൻ്റെ കുർബാന ചെല്ലാൻ പോവുകയാണ്. ചെല്ലി പകുതിയായി. കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞ് ഞാനപ്പോൾ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് ലാറ്റിൻ ക്രമത്തിൽ കുറച്ച് നേരം വൈദികം വന്ന് ഇരിക്കുമല്ലോ, എല്ലാ ജനം മുഴുവൻ ആ ഒരു പ്രാർത്ഥന കുർബാന സ്വീകരണത്തിന് നന്ദി പ്രകാശ സമയമായിട്ട്. ആ സമയത്ത് അൾത്താര ശുശ്രൂഷ കൈ കഴുകാൻ വേണ്ടി വെള്ളമൊക്കെ ആയിട്ട് വരും. അവർ വന്ന് രാജകീയമായിട്ട് വന്ന് കൊച്ചു പിള്ളേർ മുട്ട കുത്തി നമ്മുടെ കയ്യെ ആ സമയം വൈദികം കയ്യെ കഴുകും. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഏറ്റവും കുഞ്ഞി പയ്യനുണ്ട്. എനിക്ക് തോന്നുന്നു അവന് 7 വയസ്സ് 8 വയസ്സുണ്ട് ആവുന്നേ ഉള്ളൂ. അവനേക്കാൾ വലിയൊരു ഉടുപ്പൊക്കെ ഇട്ടേക്കുന്നത്, ലോ പോലത്തെ ഉടുപ്പൊക്കെ ഇട്ട് അവർ വരുന്നത്. അവനിങ്ങനെ കയ്യിൽ വെള്ളമൊക്കെ പിടിച്ചിട്ട് ആൾക്കാരൊക്കെ വളരെ കൗതുകത്തോടെ ഇവർ നോക്കിയാണ്. നേരത്തെ തന്നെ ഇവൻ ലാറ്റിൻ ക്രമത്തെ തക്സ് അറിയാലോ, വലിയ കട്ടി പുസ്തകമാണ്. ഇവരാണ് ഈ ചുമന്നുകൊണ്ട് വന്ന് വെക്കുകയൊക്കെ ചെയ്തത്. ഇവരിതെടുത്ത് കഴിഞ്ഞാൽ ഇവനെ കാണാൻ പറ്റത്തില്ല. എല്ലാവരും വളരെ കൗതുകത്തോടെയാണ് ഈ കുഞ്ഞ് സെർവ് ചെയ്യുന്ന ദിവസം നോക്കുന്നത്. അപ്പോൾ ഞാനിതൊക്കെ വളരെ ആകാംക്ഷയോടെ ഇവരെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് കമൻറ്റേറ്റർ വന്നിട്ട്, ആ ദിവസത്തെ കമൻറ്റേറ്റർ വന്നിട്ട് പറഞ്ഞു, മിനിസ്ട്രിയെ പറ്റി എന്തെങ്കിലും അച്ഛൻ 2 വാക്ക് പറയണം. അതായത് പള്ളിയിലുള്ള ഡിഫറെൻറ്റ് മിനിസ്ട്രികളിലേക്ക് ആൾക്കാരെ വെൽക്കം ചെയ്യണം. കാരണം അടുത്ത ആഴ്ച മിനിസ്ട്രി ഫെയർ വരാൻ പോകണം. അപ്പോൾ വേണ്ടവരൊക്കെ സൈൻ ഇൻ ചെയ്യാനുണ്ട്. ഇനി ആഗ്രഹമുള്ളവർ ലെക്ടർ ആവാൻ, കമൻറ്റേറ്റർ ആവാൻ, അല്ലെങ്കിൽ അഷ്റൈറ്റ്സ് ആവാൻ, ഓരോ മിനിസ്ട്രികളിൽ പള്ളി ആൾത്താർ സംഘത്തിൽ ചേരാൻ, കൊയറി ചേരാൻ. ഞാൻ പെട്ടെന്ന് ഷോക്ക്ഡായിപ്പോയി. നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊരു ഇംഗ്ലീഷ് ഹോമിലേക്ക് ആയിട്ട് പോയാണ് രക്ഷപ്പെടുന്നത്. പുതിയൊരു സാധനം പറയാൻ വരുമ്പോൾ നമ്മൾ വീണ്ടും കഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എന്ത് പറഞ്ഞ ആലോചിച്ചപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ കുഞ്ഞൻ നമ്മളുടെയൊക്കെ കൈ കഴുകാനായിട്ട് വരുന്നത്. ഞാനൊന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല എനിക്ക് ഇതൊരു മിനിസ്ട്രി ആണല്ലോ കൊണ്ടിരുന്നത്. തൊട്ട് പുറത്ത് നോക്കി ഇവൻ്റെ ചേട്ടനാണ് വരുന്നത്. അവൻ്റെ അടിച്ചുകൊണ്ട് വലുതായി. അവൻ 11th പഠിക്കുന്നു. അവനാണ് കൈ തൂക്കാനുള്ള തുണിയായിട്ട് വരുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ ഇവരെ പറ്റി പറയാം. ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ അന്ന് ബൈബിൾ വായിച്ചത് ഇവൻ്റെ മൂത്ത ചേച്ചിയാണ്. അവൾ താഴെ ഇരിപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടി, അവൾ കൊയറിലുള്ള. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് വണ്ടർഫുൾ. അതെൻ്റെ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത്, ഇത് രാവിലത്തെ 6 മണിക്ക് കുർബാന, ഇത് വൈകുന്നേരത്തെ 5ാമത്തെ കുർബാനയാണ്. 1ാമത്തെ കുർബാനയ്ക്ക് അന്ന് ബൈബിൾ വായിക്കാൻ വന്നത് ഇവരുടെ അമ്മാമ്മയാണ്. അമ്മാമ്മ എനിക്ക് തോന്നുന്നു ആ ചേച്ചിക്ക് 75 വയസ്സുണ്ടോ. ഇപ്പോഴും ഭയങ്കര സൂപ്പർബായിട്ട്, പ്രത്യേകിച്ച് പ്രതിവചന സങ്കീർത്തനം അവർ പാടും. കർത്താവ് അരുളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരുടെ മുഖത്തേക്ക് ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കും. ശരിക്കും പ്രൊക്ലമേഷൻ ചെയ്യുന്ന പോലെ തന്നെ. ഇവരുടെ അമ്മ ആ ദിവസം തന്നെ എൻ്റെ മറ്റൊരു കുർബാനയ്ക്ക് സുവിശേഷ ലേഖന വായനായിട്ട് വന്ന. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് കൊള്ളാം, ഇത് പറഞ്ഞാൽ മതി. 3, 2, 5 പേര് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ഞായറാഴ്ച പള്ളിയിൽ മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്നു. അവരുടെ വീട്ടിലങ്ങനെ 7 പേരുള്ളൂ. 5 പേരും വളരെ ആക്റ്റീവായിട്ട്. ഞാൻ എന്നിട്ട് ഇവരൊക്കെ തന്നെ എഴുന്നേപ്പിച്ചിരുത്തി പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും ഇതുപോലെ, എല്ലാ കുടുംബങ്ങളും ഇതുപോലെ വന്നാൽ മനോഹരമായിരിക്കും. എല്ലാവരും കൈയടിച്ചു. എനിക്കിതിന് ഭയങ്കര സന്തോഷമായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ സംസാര വിഷയവും. നമുക്ക് തന്നെയും കുടുംബം ഒന്നിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയൊക്കെ എങ്ങനെ തിരുസഭയോട് ചേർത്ത്, പള്ളിയോട് ചേർത്ത്, ദൈവിക ശുശ്രൂഷയോട് ചേർത്ത് നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. അതാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ സംസാര വിഷയവും. നമുക്ക് നമ്മുടെ ചേച്ചി തന്നെ തുടങ്ങാം. ജോൺ ചേച്ചി പറഞ്ഞോളൂ, ഇപ്പോൾ എങ്ങനെയാണ് കുടുംബത്തിലും മക്കളിലും ഒക്കെ ഈ ഒരു പള്ളിയോട് ചേർന്ന് നിൽക്കാൻ, ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കാനൊക്കെ കുടുംബത്തിന് എങ്ങനെയാണ് പിള്ളേർ സഹായിക്കുന്നത്? നമ്മൾ അതിന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മകൻ ഓൾട്ടർ ബോയ്സിൽ ചേരാനുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. മകനാണ്? മൂത്തതാണ് മകൻ. എത്ര വയസ്സായിപ്പോ? അവന് 14 വയസ്സ്. 14 വയസ്സ്. 3 വർഷം മുമ്പാണ്ടായ കാര്യമാണ്. അപ്പോൾ ഓൾട്ടർ ബോയ്സിൽ ചേരാനായിട്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടിയാണ്, ഒറ്റയ്ക്ക്
അവിടെ നിന്ന് വായിക്കണ്ടല്ലോ. അപ്പോൾ ഇവനാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൽ എന്ത് പ്രോഗ്രാം ചെയ്യാനും എല്ലാത്തിനും പേടിയുള്ള ആളാണ്. അപ്പോൾ ആ ഒരു പേടി കൊണ്ട് അവന് അതുകൊണ്ട് താല്പര്യമില്ല. അതുകൊണ്ട് അവൻ കരച്ചിൽ തുടങ്ങി. ഭയങ്കര കരച്ചിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് എന്തോ ഭയങ്കര ഭാരം ഞങ്ങളെടുത്ത് അവൻ്റെ തലയിൽ വെക്കാൻ പോകുന്ന പോലെയാണല്ലോ ഒരു ഫീലിംഗ് ആണ് അവന്. അപ്പോൾ അപ്പൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കരച്ചിൽ നിർത്താതെ ആയപ്പോൾ ദേഷ്യം വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും പ്രാർത്ഥിച്ചിട്ട് ഈശോ എന്നിട്ട് പറയാൻ നോക്കിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ സമ്മതിക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് ശരിയാ, ഈശോ എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ വചനം എടുപ്പിച്ചു. അപ്പോൾ ഇതാണ് വചനം കിട്ടിയത്: നിന്റെ ദൈവമായ കർത്താവ് നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ അവൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് നിൽക്കണ്ടായിരുന്നത്. അപ്പൊ തന്നെ ആ നിമിഷം തന്നെ പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ സ്റ്റോപ്പായി കരച്ചില്. അപ്പൊ എന്നെ കണ്ണുനീര് തുടച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ നാളെ പോണ്ട്, മീറ്റിങ്ങിന് പോണ്ട്, പോവാണ് കേട്ടപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു കാര്യമാണ്, അവൻ ഇതിന് ആദ്യത്തെ വായനയുടെ ഡേറ്റ് വന്നു. ആ ലേഖന വായനയാണ്. അപ്പോൾ വലിയ സംഭവമാണ്. കാരണം ഞാൻ ഈ സകല പെയിനിലൂടെ കടന്നു പോയതാണ്. ഞാൻ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് നെക്സ്റ്റ് ആഴ്ച തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടിയാണ്. ഞാനന്ന് 4ാം ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അന്ന് മുണ്ടൊക്കെ എടുത്ത് പോകണേ. അന്ന് കറുത്ത പാനിടാൻ പറ്റില്ല. അന്ന് മുണ്ടാണ് ആൾത്താർ സംഘത്തിൻ്റെ, വെള്ള മുണ്ടും വെള്ള ഷർട്ടും. അപ്പോൾ ഞാൻ വെള്ളം മുണ്ടൊക്കെ എടുത്ത് ബെൽറ്റൊക്കെ വലിച്ചു കെട്ടി. അത് തന്നെ ടെൻഷനാണ്, ഏത് നിമിഷം അഴിഞ്ഞു പോകുന്ന പേടിയുണ്ടല്ലോ. അതിൻ്റെ കൂടെയാണ് അന്നത്തെ ഒരു കുഞ്ഞനും ഒരു ചേട്ടനും ആയിരിക്കും കാണുന്നത്. ചേട്ടന്മാരും മിക്കവാറും സമയത്ത് വരത്തില്ല, ചിലപ്പോൾ വരത്തുമില്ല. ഈ കുഞ്ഞൻ മാത്രമേ മിക്കവാറും ആൾത്താർ സംഘത്തിൽ നിന്ന് കുർബാനയ്ക്ക് കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സുവിശേഷമൊക്കെ എടുത്ത് ഒരു വിറയാണ് നമ്മുടെ കൈ മുഴുവൻ. എനിക്ക് നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അവനെ. ചേച്ചി പറഞ്ഞോളൂ. വായനയുടെ ഡേറ്റ് വന്നപ്പോൾ ഇവൻ്റെ അന്നത്തെ ഭയം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു 3 മാസം അവിടെ നിന്ന് കുർബാനയ്ക്ക് കൂട്, വായിക്കൽ നമുക്ക് അച്ഛനോട് പറയാം, 3 മാസം കഴിഞ്ഞിട്ടാവാം. അപ്പോൾ അവനാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് നിന്നപ്പോൾ വായിക്കണം എന്നുള്ള, എനിക്ക് വായിക്കണം അങ്ങനെയുള്ള ഒരു ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അന്ന് വചനം എടുത്തപ്പോൾ കിട്ടിയ ആ ഒരു ശക്തിയുടെ ഇതിലാവാം അവൻ എൻ്റെ കൈ പിടിച്ചിട്ട് രൂപത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട്, അമ്മ പ്രാർത്ഥിച്ചേ, എന്നിട്ട് വചനം എടുത്തിട്ട് ഈശോ എന്താ പറയണേ അത് നമുക്ക് കേൾക്കാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അങ്ങനെ പറഞ്ഞപ്പോൾ. അങ്ങനെ ഞാനും അവനും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അവൻ എന്നെ വചനം എടുത്തപ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. അങ്ങനെയാണ് വചനം കിട്ടിയത്. ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഈശോ പറയണ ഭയപ്പെടേണ്ടെന്നാ. അപ്പോൾ എന്തായാലും ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ അതിന് വേണ്ടി വേഗം ഒരുങ്ങാൻ പോവാ, ഞാൻ വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവന് എന്തോ ഒരു കോൺഫിഡൻസ് അതിൽ വന്നു. നന്നായി ഒരുവിധം ഞാൻ അമ്മമാർക്കും അപ്പന്മാർക്കും ഉള്ളതാണ് മക്കൾ ആദ്യമായിട്ട് ആൾക്കാരെ കയറി, പ്രത്യേകിച്ച് എല്ലാവരുടെ മുമ്പിലാണത് വായിക്കുന്നത്. ഏത് നിമിഷം എന്ത് സംഭവിക്കാന്നുള്ളത് ഞാൻ കുർബാനയിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കണോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു. ശരിക്കും പേടിച്ച് നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ ഇവനാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ആ സമയത്ത് വായിക്കാൻ ഇതിനൊക്കെ സാധിച്ചു. ഞാൻ അതൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ചേച്ചി പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്ന് നമ്മൾ സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ഈ വചനം എടുത്തെന്നൊക്കെ പറയുന്നത് നമ്മൾ പലതും ചെയ്യുന്നതാണ്. ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഓടി വന്നൊരു വചനം എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഓടിപ്പോയി വചനം എടുക്കുക. അങ്ങനെ അത് ശരിക്കും ക്ലാരിറ്റി കൊടുക്കേണ്ട ഒരു മേഖല എന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മുടെ പിള്ളേരാണെങ്കിൽ പോലും ഇത് കണ്ടിട്ട് വീണ്ടും അവർ എടുത്ത് ചെയ്യാറുണ്ടല്ലോ. കുറേ തമാശ കഥകളൊക്കെ ഇതിനെപ്പറ്റി ഉപോത്ബലകമായിട്ട് പല സ്ഥലങ്ങൾ കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഇത് നല്ലൊരു കാര്യമാണ്. വചനപ്പെട്ടി സൂക്ഷിക്കലും പോകുന്നതിനും വചനം എടുത്ത് വായിക്കലും, അങ്ങനെ പ്രാർത്ഥനാപൂർവ്വം ആ ഭാഗം അടിവരയിട്ട് പറഞ്ഞ ശേഷം മാത്രം പിള്ളേരെ പഠിപ്പിക്കുക. പ്രാർത്ഥനാപൂർവ്വം പ്രാർത്ഥിച്ച് നിന്ന് ദൈവഹിതം അറിയാൻ വേണ്ടി തന്നെ വചനം എടുത്ത് പറയുകയാണ്. വചനം എടുക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കുക. അല്ലെങ്കിൽ ഭാഗ്യപരീക്ഷണം, പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ബൈബിൾ തുറക്കുന്നത് എടുക്കുന്നതൊക്കെ വളരെ അപകടകരമായ ഡിസൈൻമെന്റ് തന്നെ ആയിരിക്കും എന്ന് ചെറിയൊന്ന് ഉറപ്പെടുത്തുന്നു. എനിക്ക് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാനായിട്ടുള്ളത്, അച്ഛൻ നേരത്തെ പറഞ്ഞ പിള്ളേർ 8 പേര് ഉണ്ട്. അപ്പം ഇവർ സ്കൂളിൽ നമുക്കറിയാം, പിള്ളേർ ഇന്ന് ഫേസ് ചെയ്യുന്ന, ഇന്ന് ഒരുപാട് പിള്ളേർക്ക് അവസരങ്ങളുണ്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാനൊക്കെ. മറിച്ച് പ്രോഗ്രാമുണ്ട് സ്കൂളുകളിൽ. അപ്പം എൻ്റെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ അവരെപ്പോഴും പറയും, മാതാപിതാക്കൾ കുട്ടികളുടെ മുമ്പിൽ പല രീതിയിൽ പെർഫോം ചെയ്യണം, അത് പിള്ളേർക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയും. അപ്പോൾ എൻ്റെ 3ാമത്തെ മകൻ, മക്കളിൽ 3ാമത്തെ ആൾ, അവന് ഭയങ്കര പേടിയാണ്. അതായത് സ്റ്റേജും പ്രോഗ്രാമുകളും കേട്ടാൽ പിന്നെ 2 ദിവസം സ്കൂളിൽ പോകാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. ഇത്രയും അധികം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് റയറായിട്ട് സംഭവിക്കട്ടെ. ഇത് 3ാമത്തെയാണ്, മൂന്നാമത്തെ ആളാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് സ്കൂളിൽ ഈ PTA ആയിട്ടൊക്കെ വളരെ അസോസിയേറ്റ് പ്രവർത്തിക്കാനും അതിൻ്റെ നേതൃത്വ നിരയിലോട്ടൊക്കെ വരാനൊക്കെ ഉള്ള അവസരം കിട്ടിയപ്പോൾ
അത് ഇവനിൽ വലിയ ഒരു മാറ്റം വരുത്തി. അപ്പം നമ്മൾ സ്കൂളിൽ പല കാര്യങ്ങൾക്ക് വരികയും പലത് ചെയ്യുകയും ചെയ്തപ്പോഴേക്കും അവനൊരു മാറ്റം വരുത്തി. അങ്ങനെ പതുക്കെ ഒരു ഓൾട്ടർ ബോയ് ആകുന്ന ഒരു സമയമായപ്പോഴേക്കും വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ ഓൾട്ടർ ബോയ് ആകുകയും ഇപ്പം ഞങ്ങളെ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് താമസിച്ചു കഴിഞ്ഞാൽ അവൻ ഫയർ ചെയ്യും നമ്മളെ. സമയത്തിന് പോകണം, സമയത്തിന് ഇറങ്ങണം. അതുമാത്രമല്ല, അങ്ങനെ കൂടുതൽ പള്ളിയിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ട് കൊണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ കുർബാന കഴിഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് പോകണമായിരിക്കും, പക്ഷേ ഇവൻ പതുക്കെ വെയിറ്റ് ചെയ്തൊക്കെ വരുള്ളൂ. അപ്പോൾ ചോദിക്കുമ്പോൾ നീ എന്താ ഇത്രയും താമസിച്ചെന്ന് ചോദിച്ചാൽ അവൻ പറയും, പണി കഴിയാണ്ട് ഇറങ്ങാൻ പറ്റിയല്ലോ, പണി കഴിയാണ്ട് ഇറങ്ങാൻ പറ്റിയല്ലോ. പണ്ട് കർത്താവ് ഈശോ ദേവാലയത്തിൽ കാണാതെ പോയിട്ട് കണ്ടു കിട്ടുമ്പോൾ അമ്മ ചോദിക്കുന്നില്ല നീ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതമായി നിറഞ്ഞുകൂടെ. അത് തന്നെ അവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ശരിക്കും നമ്മൾ ദേവാലയ കാര്യങ്ങളിൽ പതുക്കെ പിള്ളേരെ എൻകറേജ് ചെയ്യാനായിട്ടും അവരുടെ നേരത്തെ പറഞ്ഞ പോലെ ആ പേടി മാറ്റിയെടുക്കാനായിട്ട് എടുത്ത ഒരു ശ്രമമുണ്ടല്ലോ, അത് ശരിക്കും അതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കോൺഫിഡൻസ്. അവരുടെ ആ ഭയം മാറ്റിയെടുക്കാനായിട്ട് നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു, പല രീതിയിൽ ഒരു ഇമോഷണൽ സൈക്കോളജിക്കൽ തോട്ടും തിയറി എല്ലാം കൊടുക്കാം. പക്ഷെ അവിടെ ഏറ്റവും നല്ലത് ആത്മീയമായിട്ട് ദൈവത്തോട് ചേർത്ത് നിർത്തി അതിനെ ഒന്ന് കയറ്റിയെടുക്കാന്ന് പറയുമ്പോൾ അത് തരുന്നൊരു കോൺഫിഡൻസ്. സഭ തരുന്ന വലിയൊരു വേദി അതാണ്. നമ്മൾ ശരിക്കും ഇത്രയും വേറൊരു സമുദായത്തിനും വേറൊരു മതത്തിനും ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. നമ്മുടെ ഒരു ദേവാലയത്തിന് ചുറ്റുപാടുകൾ മാത്രം മതി നമുക്ക് എല്ലാ രീതിയിലുള്ള സൈക്കോളജിക്കലിയും ഇമോഷണലിയും ഫിസിക്കലിയും ഇൻ്റലക്ച്വലി എല്ലാം വളരാനുള്ള. ഞങ്ങളുടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു CMI ഡീക്കൻ, ഞാനൊക്കെ സെമിനാരിൽ ചേരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പള്ളി വന്നിരുന്നു, തോമസ് ചേന്നാടി ചേരുന്ന അച്ഛൻ്റെ പേര്, അതായത് CC അച്ഛനെ വിളിക്കുന്നത്, ഇപ്പോൾ അച്ഛനായി. ഇപ്പോൾ കഴിഞ്ഞ ഈ അച്ഛനായിട്ട് ഇപ്പോൾ 2002 അച്ഛനായതാണ്. അപ്പോൾ ഇപ്പോഴും 10-18 വർഷങ്ങൾക്ക് ശേഷവും 17 വർഷങ്ങൾക്ക് ശേഷവും എൻ്റെ ഇടവക കൊതവറപ്പള്ളിയാണ്, സെൻറ്റ് സേവിയേഴ്സ്. അവിടെയുള്ള എല്ലാവർക്കും ഇപ്പോഴും ആ ഡീക്കൻ ഓർമ്മയുണ്ട്. കാരണം അതുപോലെ ആ ഡീക്കൻ ആ ഒരു തലമുറയെ മുഴുവൻ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവരികയും എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുകയും. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പഴയ സൺഡേ സ്കൂൾ അദ്ദേഹം ഫോൺ ചെയ്തപ്പോഴാണ് എങ്ങനെ മറക്കാൻ പറ്റും 10-17 വർഷമായാലും ആ ഒരു മനുഷ്യൻ നമുക്കൊക്കെ തന്നിട്ട് പോയ കോൺട്രിബ്യൂഷൻ. അതായത് ഒരു പള്ളിയുടെ ഒരു ചുറ്റുപാട് നമുക്കുള്ളതുകൊണ്ട് ദൂരം പേർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നമുക്കിത്. ചേട്ടൻ പറഞ്ഞോളൂ. എനിക്ക് പറയാം, ഞങ്ങൾ നേരത്തെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് പള്ളിയിലേക്ക് പോകും. കുർബാനയ്ക്ക് വരും. രാവിലെ എല്ലാവരും നേരത്തെ ഒരുമിച്ച് കൊണ്ടുവരും പള്ളിയിൽ പോകുന്നതിന് മുമ്പ്. എല്ലാവരും നിങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുർബാനയിൽ അർപ്പിച്ച് കഴിഞ്ഞ് ഇവർ ആരാധനയിൽ ഞങ്ങൾ ജസ്റ്റ് കയറി പോകും. പക്ഷേ എനിക്ക് പലപ്പോഴും പെട്ടെന്ന് ഇറങ്ങി പോകാനായിട്ട് ഭയങ്കര മടിയാണ്. ഈശോയുടെ കൂടെ 1 മണിക്കൂർ കൂടി ഇരുന്ന് ഈശോയുടെ കൂടെ പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് ജപമാല ചൊല്ലി കൂടുതൽ സമയം ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം ചെറുപ്പം മുതൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ചെറുപ്പം മുതൽ തന്നെ ക്രിസ്ത്യനിലും ജിസ്യൂതിലൊക്കെ വർഷങ്ങളായി മധ്യസ്ഥ പ്രാർത്ഥന മേഖലയിലെല്ലാം 2-3 ടൈം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈശോ അതൊരു വലിയൊരു അത്ഭുതങ്ങൾ അതിലൂടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് മധ്യസ്ഥ പ്രാർത്ഥന വഴിയായിട്ട് ജീവിത പങ്കാളിയുടെ അനിയത്തിയുടെ കൊച്ചിന് വലിയ അത്ഭുതങ്ങൾ, അതായത് പ്രസവത്തിന് ശേഷം ശ്വസിക്കാനുള്ള വാൽവ് തുറക്കാണ്ട് ഡോക്ടർ പറഞ്ഞു മരിക്കും എന്നുള്ള ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ പള്ളിയിലേക്ക് വിളിച്ച് പറഞ്ഞു മരിക്കും എന്നുള്ള കണ്ടീഷൻ, ഇത് വെന്റിലേറ്ററിന് എടുത്തപ്പോൾ മരിക്കും. അപ്പോൾ നമ്മളവിടെ തന്നെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ ജപമാല ചൊല്ലി അവിടെ നിന്ന് തേരാതിനെ പോയി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പിറ്റേ വെന്റിലേറ്റർ എടുത്തിട്ടും കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ ഈശോ നടത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഇടവകയുടെ അടുത്ത് തന്നെയാണ് FCC ഗവൺമെൻറ്റിൻ്റെ ആരാധനാ മഠം. നോബട്ടമ്മ മരിച്ചു പോയിപ്പോൾ, പക്ഷെ അവിടെ ഭയങ്കര ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. നോബട്ടമ്മ ആരാന്ന് പലർക്കും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചേട്ടനോട് സംസാരിച്ചപ്പോഴാണ് പലർക്കും അറിയാത്ത വിശുദ്ധയായ ഒരു അമ്മയാണ്, കേരളത്തിൽ ജീവിച്ച് കടന്നുപോയ FCC സന്യാസമുദ്ര അമ്മയാണല്ലേ. ഒന്ന് നോബട്ടമ്മയെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഓഡിയൻസിനോട് ഒന്ന് പറയാമോ ചേട്ടനൊന്ന്? 57 വർഷമായിട്ട് ആള് കിടന്ന് 57 വർഷം കിടപ്പിൽ തന്നെ തളർന്നു പോയതാണല്ലേ? തളർന്നു പോയാണ്. അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ആൾത്താരയിൽ കയറിയപ്പോൾ വീണിട്ട് തളർന്നു പോയാണ്. ആള് വലിയ ആളെ എപ്പോഴും ചിരിച്ചിട്ടാണ്. ആള് ഭയങ്കര സഹകരണം ഉണ്ടെങ്കിലും ചിരിച്ചിട്ടാണ് നമ്മൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ആള് എന്നോളം തള്ളി കുരിശ് തലയിൽ വെച്ച് പ്രാർത്ഥിക്കും. നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ഇപ്പൊ അവര് മഠത്തിന്റെ 75ാമത്തെ ജൂബിലി ആഘോഷത്തിലാണ്. സിസ്റ്റർ വലിയ അത്ഭുതങ്ങളാണ് അവളെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സഭയ്ക്കൊരു വലിയൊരു വിശുദ്ധരോട് കടന്നു വരുന്നുണ്ട് സിസ്റ്റർ നോബട്ടമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ ഈ അവരാണ്ട് കുർബാനയിൽ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കാണായിരുന്നു. അതായത് ഈ മരിച്ചു കിടക്കണ ഒരു ആദ്യ കണ്ടീഷൻ തന്നെ ആള്
അത്രയും സുന്ദരിയായി കിടക്കുന്ന അവസ്ഥ. അപ്പോൾ ഞാൻ അറിയാൻ ചേട്ടനോട് പരിചയപ്പെടുത്തി, ഈ സിസ്റ്റർ ഇങ്ങനെ വിശുദ്ധ പോലെ എപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയും 57 വർഷം ഇങ്ങനെ വയ്യാണ്ട് കിടന്ന ആള്, ശുശ്രൂഷ ചെയ്ത ആള് അങ്ങനെ കിടന്നില്ലെങ്കിൽ പിന്നെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത്രയും ആള് ഭയങ്കര കോൺഫിഡൻസിൽ പറഞ്ഞു. ഞാൻ ജോബി ചേട്ടനെ കൂടി ഒരു ഇൻട്രോ തരാൻ ആഗ്രഹിക്കുകയാണ്. ജോബി ചേട്ടനെ ഞാൻ കുറേ വർഷമായി, ഇപ്പോൾ എനിക്ക് 7-8 വർഷങ്ങളായി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. അധികം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. മീറ്റിങ്ങുകൾക്കൊക്കെ ഏഞ്ചൽ സാറോട് മീറ്റിങ്ങുകൾക്ക് വരുമ്പോൾ ചേട്ടൻ ജോബി ചേട്ടൻ പറയാറുണ്ട്, ഒരു സൈഡിലേക്ക് അങ്ങ് ഇരിക്കും. പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ ഒച്ചയൊക്കെ പൊങ്ങാറുണ്ട്. പ്രത്യേകിച്ച് ആരാധനയൊക്കെ വരുമ്പോൾ ശബ്ദമൊക്കെ ഉയരാറുണ്ട്. അല്ലെങ്കിൽ അധികം ഒന്നും മിണ്ടാത്ത, ഒട്ടും തന്നെ സംസാരിക്കാത്തൊരു കഥാപാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സഭയുടെ വലിയൊരു സ്വത്താണ്. ഇങ്ങനെയുള്ള ചില മനുഷ്യർ, ഇവരാണ് ശരിക്ക് സഭയെ വളർത്തുന്നത്. ഞാനൊരു ബോബി അച്ഛൻ്റെ പഴയ പ്രസംഗത്തിൽ കേട്ട് ഓർക്കും, ഇവരാണ് സഭയെ താങ്ങുന്നവരെന്ന്. ശരിക്കും സഭയുടെ പുറകിൽ നിന്നും താങ്ങുന്നവരും വളർത്തുന്നവരും, മിണ്ടാതെ വീട്ടിലൊതുങ്ങിയിരുന്നും അല്ലെങ്കിൽ അടുത്തുള്ള നിത്യാരാധന ചാപ്പലിൽ പോയും പരിസരങ്ങളിലൊക്കെ ഇരുന്ന് ദിവസം മുഴുവൻ പ്രാർത്ഥന ആയിരിക്കുന്ന, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെ വലിയൊരു 2 ദമ്പതികൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞു തുടങ്ങിയായിരുന്നല്ലോ. എനിക്ക് അതിനകത്ത് ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും ഈശോയോട് കൂടെ ആയിരിക്കുക എന്നുള്ളത്. ഇന്ന് കുടുംബങ്ങളിലൊക്കെ നമ്മളെപ്പോഴും പിള്ളേരോട് പറയും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം എന്നുള്ളത്. ഇവരുടെ ജീവിതത്തിലും അത് 1-ാം സ്ഥാനം കൊടുക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ അനുദിനം. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുന്നു, പള്ളിയിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു, വണ്ടിയിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന, ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ബോധപൂർവം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ദൈവത്തിന് എങ്ങനെ 1-ാം സ്ഥാനം, പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ടീച്ചിങ്. അതാണ് ഏറ്റവും വലിയ ടീച്ചിങ്. അത് നമ്മൾ പറഞ്ഞും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ അതങ്ങ് ഉറക്കുക. ശരി, എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു മിനിസ്ട്രി കൂടിയാണ്. നിങ്ങൾ വീട്ടിൽ പിള്ളേർ ചെയ്യുന്നുണ്ടോ അങ്ങനെ? പിള്ളേര് വചനം പഠിക്കുമ്പോൾ ചാർട്ട് പേപ്പറിൽ വചനം എഴുതി വെക്കും. പഠിക്കുന്നതിന് സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വചനങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ അത് പരിശീലിപ്പിക്കാറുണ്ട്. പക്ഷെ അതെന്തോരാ വലിയ ഫലവത്താവുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നന്നായിട്ട് അറിഞ്ഞോളൂ, ഒരു സമയം കഴിയുമ്പോൾ എല്ലാം തിരിച്ചു കിട്ടുന്നില്ല. പിന്നീട് എന്നിട്ട് അവൻ കെമിസ്ട്രി അങ്ങനെ എന്തോ വിഷയം പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടണില്ല. അപ്പോൾ അവൻ ആ പേപ്പർ എടുത്തിട്ട് വേഗം ഒരു വട്ടം വായിച്ചു നോക്കിയിട്ട്, വചനം വായിച്ചു നോക്കിയിട്ട് പിന്നെ ഇത് പഠിക്കുന്നത്. അപ്പോൾ അവനത് ഫലം കിട്ടി തുടങ്ങി എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതൊക്കെയാണ് പിള്ളേരിൽ ആ ദൈവത്തിന് പ്രയോറിറ്റി, ഫസ്റ്റ് ദൈവത്തിന് എങ്ങനെ പ്രയോറിറ്റി കൊടുക്കും എന്നുള്ളത് അവനത് മനസ്സിലായിട്ടുണ്ട്. ഇനി അവനത് വിട്ടൊരിക്കലും പോകാൻ പറ്റില്ല. കാര്യം അത്രയും ബന്ധമായി അവനത് കണക്ട് ചെയ്തു. ദൈവവും അവൻ്റെ പ്രവൃത്തിയും തമ്മിൽ കണക്ട് ചെയ്തു ഫസ്റ്റ് പ്രയോറിറ്റിയിൽ. അതാണ് ശരിക്കും പാരന്റിങ്. നേരത്തെ പറഞ്ഞ പിള്ളേർ ഇന്റർസെഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ വലിയ മിനിസ്റ്റർ ഉണ്ടോ, നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ? കാരണം ഞാൻ ഏഞ്ചൽ സാറിൻ്റെ ഗ്രൂപ്പുകളിൽ കാണാറുണ്ട്, നിറച്ച് രാവിലെ മുതൽ ഇങ്ങനെ ഓരോ ഇന്റർസെഷൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നീണ്ട മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. എല്ലാത്തിനും അടിയിൽ ജോബിച്ചേട്ടൻ്റെ കൈകൂപ്പുകളൊക്കെ നമുക്ക് കാണാം. അതായത് പ്രാർത്ഥിക്കുന്നതെന്ന് ഉറപ്പ് തരുന്ന കാര്യങ്ങളാണ്. ഇത് പിള്ളേരും ഇതുപോലെ തന്നെ യാത്രയിലോ പഠിക്കുന്ന സമയത്തോ യാത്ര പോകുന്ന അങ്ങനെ സമയങ്ങളിൽ പിള്ളേർ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ശീലങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അവള് സ്കൂൾ ബസ്സിൽ വരുമ്പോ എനിക്കിന്ന് 2 രഹസ്യം ചെല്ലാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതൊന്നും ഞങ്ങള് പറഞ്ഞിട്ടല്ല, തനിയെ അവർക്ക് ഇപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോ അവരും പ്രാർത്ഥിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഇന്റർസെഷൻ പോലെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ. ഞങ്ങൾ വീട്ടിൽ ചെയ്യുന്നൊരു കാര്യം, ഓരോ കൊന്തയുടെ ഓരോ രഹസ്യത്തിന് മുമ്പ് നമ്മൾ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, അതല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മദ്യപാനത്തിലാകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, യുവാക്കൾക്ക്, ഇതെല്ലാം പിള്ളേർ തന്നെയാണ് അതിൻ്റെ ഇൻറ്റൻഷൻ വെക്കുന്നത്. ഓരോ രഹസ്യത്തിന് ഇൻറ്റൻഷൻ. അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുക ഇന്നെന്ന് വെക്കണമെന്നുള്ളത്. അപ്പം നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക സ്പെഷ്യൽ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വലിയൊരു അനുഭവം, ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് തന്നെ വിൻസെൻഷൻ്റെ ജനറലേറ്റ് ഹൗസ്. അപ്പോൾ അവിടുത്തെ ഇതിന് മുമ്പ് ഇരുന്നൊരു സെക്രട്ടറി അച്ഛൻ്റെ അപ്പൻ സുഖമില്ലാണ്ടായപ്പോൾ അപ്പൻ പിള്ളേരോട് പറഞ്ഞു. അത് പിള്ളേർ ഭയങ്കരമായിട്ട് അതങ്ങ് ഏറ്റെടുത്തു, പേഴ്സണലൈസ് ചെയ്തു. വളരെ സീരിയസ് കണ്ടീഷന് അപ്പനായിട്ട് വന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് വലിയ ആശ്വാസമായിരുന്നു. പിള്ളേരുടെ ഈ ഒരു പ്രാർത്ഥന, പിള്ളേർ പ്രത്യേകം അതൊരു ഇനിഷ്യേറ്റീവ് എടുത്ത്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ അനുദിനം ചേർക്കാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. മാതാവിൻ്റെ ഒരു ദർശനത്തിൽ ഇത് കൃത്യമായിട്ട് മാതാവ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്ങനെ ജപമാല ചൊല്ലണം എന്നുള്ള കാര്യത്തിൽ. ഒരു ജപമാലയും നിയോഗങ്ങൾ കൂടാതെ ചെല്ലരുതെന്നും
ഓരോ രഹസ്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് നിയോഗങ്ങൾ അർപ്പിച്ച് അത് ശാരീരികമായി മാനുഷികമായി, അതായത് നമ്മുടെ പെരിഫറലായ നിയോഗങ്ങൾ മാത്രമല്ല ആത്മീയ നിയോഗങ്ങളും ചേർത്തർപ്പിക്കണമെന്നും മാതാവ് ഏത് ദർശനത്തെ വിട്ടു, ഈ ഒരു ദർശനത്തെ കൃത്യമായിട്ട് മാതാവ് ആവശ്യപ്പെട്ടുള്ള കാര്യം കൂടിയാണ്. ഞാൻ എൻ്റെ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത്, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അന്ന് ഞങ്ങൾ ജീവിതത്തിലൊക്കെ ആക്റ്റീവായ സമയത്ത് പരിചയപ്പെട്ടാണ്. അപ്പോൾ കുറേ നാൾ വല്ലപ്പോഴേക്കും ഇങ്ങനെ 3-4 മാസം കുടുംബക്ക് ഫോൺ ചെയ്യും. കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ PG ആണ്. അച്ഛാ പ്രാർത്ഥിച്ച് വല്ലപ്പോഴേക്കും വിളിക്കുള്ളെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയും. ഇപ്പോൾ സന്തോഷം, എല്ലാ ദിവസവും നമുക്ക് ഇവിടെ ഒരാൾ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. ഉണ്ട് അവൾ പറയാണ്, ഞാൻ കോളേജിലേക്ക് നടക്കുമ്പോഴത്തേക്ക് ഒരു വളവ് അച്ഛന് വേണ്ടി മാറ്റി വെച്ചേക്കും. അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു വളവ്, അതായത് വീട്ടിൽ നിന്ന് റോഡിലേക്ക് പോകാൻ 2-3 വളവുകളുണ്ട്. ഈ റോഡ് മുതൽ ആ വളവ് വരെയുള്ളത് അച്ഛന് വേണ്ടി എന്ന് പറയുന്നത്. എനിക്ക് ഇങ്ങനെ 3-4 പേരെയും വെച്ചിട്ടുണ്ട് ജീവിതത്തിൽ, പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട്. ഓരോ വളവും ഓരോരുത്തർക്കും വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പ്രാർത്ഥിപ്പിക്കാനും പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങളാണ്. വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് ഓരോ വളവോ ഓരോ മുറിയോ ഓരോ സ്റ്റെപ്പോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ പറയുന്ന കൊച്ചുലേസയുടെ ഏറ്റവും വലിയ ആത്മീയമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് ഗ്രാൻഡ് പാരൻസിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അവർ കൂടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു നിമിഷം ശ്രദ്ധ പോയാലും അവർ കുറച്ച് ബാക്കിലോട്ടായി പോകുമ്പോൾ കൈ പിടിച്ച് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഭയങ്കര സ്നേഹം തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മച്ചി നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അവന് ഒരു പ്രത്യേക സ്നേഹം അമ്മച്ചിയോടുണ്ട്. അത് അമ്മച്ചിന്ന് മാത്രമല്ല, ഞാൻ അമ്മച്ചിയോട് മാത്രമാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത് ആ പ്രായത്തിലുള്ള എല്ലാവരോടും ഒരു കെയറിങ്ങിൻ്റെ ഒരു ഇത് അവനിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പള്ളികളുടെ പ്രത്യേകത കൂടെ ഇതെന്ന് തോന്നണം കേട്ടോ. പ്രത്യേകിച്ച് എനിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ അപ്പച്ചന്മാരും അമ്മച്ചമാരുണ്ട്. എനിക്കൊരു കാണാത്തൊരമ്മച്ചി ഞാൻ നാട് വിട്ടപ്പോൾ കരഞ്ഞതായിട്ട് ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ശാലുവിനോട് മാത്രം കണ്ട് പരിചയമുള്ള അമ്മച്ചിയുണ്ട്, തൃശ്ശൂരുള്ള അമ്മച്ചിനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ ഫിലിപ്പീൻസിൽ പോയപ്പോൾ അമ്മച്ചി ചോദിച്ചു പ്രോഗ്രാം നിർത്താൻ പോകുന്ന അമ്മച്ചി ഒറ്റ കരച്ചത്, അയ്യോ അച്ഛൻ പോയത് ചോദിച്ചു. ഞാൻ ദൈവമേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ എന്തോരം മനുഷ്യരാണ്. ഇതാണ് ഈ സഭ എന്ന് പറയുന്ന വലിയൊരു കൂട്ടായ്മയുടെ ബലം. നമ്മൾ ഒരിക്കലും കാണാത്തവർ, നമുക്ക് വേണ്ടി നമ്മൾ ഒരിക്കൽ പോലും കാണാൻ സാധ്യത പോലും ഇല്ലാത്തവർ, പക്ഷെ ഇവരൊക്കെ നമ്മൾ ഒരു ചരടാണല്ലോ. സഭയുടെ വലിയൊരു കർത്താവ് ഒരുക്കുന്ന വലിയൊരു ചരടിൽ നിന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അങ്ങേയറ്റത്ത് നിന്ന് വേറെ ആൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചേച്ചി തുടർന്നോളൂ. പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുമ്പോൾ അവർ വചനം ഏറ്റു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. പിന്നെ അന്നന്ന് ഉണ്ടായ അവർക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. നമുക്കിനി നമ്മുടെ ചേട്ടൻ്റെ ഒരു ഭാഗം വിട്ടുപോയത് ഞാൻ ചോദിക്കാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സൺഡേ സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ സഭയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ, ഈ കാലഘട്ടത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അതായിരിക്കും. അപ്പോൾ അത് ആ മേഖലയിൽ എങ്ങനെയാണ് ശുശ്രൂഷയുടെ ഒന്ന് പറയാമോ? ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് എടപ്പള്ളിയിലെ വിശ്വാസ പരിശീലനം 10 വർഷത്തോളമായി. എനിക്ക് വലിയൊരു അനുഭവമായി ശരിക്കും പറഞ്ഞാൽ. നമുക്ക് തന്നെ ആത്മീയതയിൽ വളരാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് നമ്മൾ വിശ്വാസ പരിശീലനത്തിലും, പ്രത്യേകിച്ച് പിള്ളേർക്ക് കൊടുക്കാൻ നേരത്ത്. ഞാൻ 7ാം ക്ലാസ്സിലെ കാറ്റഗിസം അധ്യാപകനാണ്. എനിക്ക് 7ാം ക്ലാസ് വിട്ട് എങ്ങോട്ടും പോകാൻ താല്പര്യമില്ല. കാര്യം ഞാൻ ഞാൻ എപ്പോഴും പിള്ളേരോട് ആദ്യം തന്നെ പറയും, ഞാൻ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്യും. അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ഒരേ കാര്യം തന്നെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരുടെ ഉള്ളിലോട്ട് അത് ഉറച്ചു കയറും എന്നുള്ളൊരു ബോധ്യത്തിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സഭ ഒരുക്കി തരുന്ന വലിയൊരു ചട്ടക്കൂടാണ്. പിള്ളേർക്ക് എത്ര നന്നായിട്ട് വളരാനായിട്ട് പിള്ളേർക്ക് അവസരമാണ് സഭ ഒരുക്കി തരുന്നത്. അത് ഫ്രീ ഓഫ് കോസ്റ്റാണ്. അതാണ് അതിനകത്തുള്ള ഏറ്റവും വേറെ എവിടെ പോയാലും നമ്മൾ കാശ് മുടക്കണം. ഇത് ഫ്രീ ആണ്. അവനൊരു ഓൾട്ടർ ബോയ് ആയിട്ട് വരാനാണെങ്കിലും അവന് കാറ്റഗിസത്തിൽ വരാനാണെങ്കിലും പെർഫോം ചെയ്യാനാണെങ്കിലും ഒന്നും മുടക്കണ്ട. വളരെ ഫ്രീ ആയിട്ട് സഭ ഒരുക്കി തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. അപ്പം എനിക്ക് 7ലെ പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ എൻ്റെ വലിയൊരു ഇതായിരുന്നു നമ്മൾ ആക്കിയെടുത്തതാണ് കുറച്ചൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. ലൈംഗിക വിദ്യാഭ്യാസം അത് അതിൻ്റെ ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമാണ്. 7ാം ക്ലാസ്സിൽ 10 കൽപ്പനകളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് 7ാം ക്ലാസ്സിൽ. ദൈവം അനുഗ്രഹിച്ച് അത് കുറേയൊക്കെ വളരെ നന്നായിട്ട് അത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് അവിടെ കൊടുക്കുന്ന പോലെ തന്നെ വീട്ടിലും എനിക്ക് പിള്ളേർക്ക് കൊടുക്കാം. ആ പിള്ളേർക്ക് ഞാനെപ്പോഴും ഒരു ട്രയൽ നടത്തുന്നത് പിള്ളേരിലാണ്. നമുക്ക് പിള്ളേർ ചില വിഷയങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ നമുക്ക് നല്ല ഫീഡ്ബാക്ക് റെസ്പോൺസ് കിട്ടും.
അപ്പം സഭ ഇതെല്ലാം നമുക്ക് പേരൻറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമാണ് ഇതെല്ലാം. പേരൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സഭ പാരന്റിംഗ് ഒരു എക്സ്റ്റൻഷനാണ്. എക്സ്റ്റൻഷനാണ് സഭ തരുന്ന വലിയൊരു പ്ലാറ്റ്ഫോം. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏകദേശം പൂർത്തിയായിരിക്കുന്നു. ഞാനൊരു വചനത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ഈ വചനം നേരത്തെ പറഞ്ഞു, ഈശോ ദേവാലയത്തിൽ കാണാതെ പോകുന്ന സംഭവം. ഈശോയെ ദേവാലയത്തിൽ കാണാതെ പോയിട്ട് പിന്നീട് കണ്ടുമുട്ടുന്നുണ്ട്. കണ്ടുമുട്ടുമ്പോൾ പരിശുദ്ധ അമ്മയോട് ഈശോ ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ തന്നെ ആയിരിക്കേണ്ടവനല്ലേ? ഞാനിതിനെ വളരെ സിമ്പിളായിട്ടും വളരെ മാനസികമായിട്ടും ഒന്ന് ഒരു റിഫ്ലക്ഷൻ ആഗ്രഹിക്കുകയാണ്. ശരിക്ക് മാതാവ് എപ്പോഴും ഈശോയെ ദൈവത്തോട് മാത്രം ചേർത്ത് ആഗ്രഹിച്ച ആളാണ്. ഉദരത്തിലായ സമയത്ത് തന്നെ മാതാവ് ഓടിപ്പോയി എലീശ പുണ്യത്തിൽ ചെന്ന് കണ്ടിട്ട് അവിടെ വെച്ച് പറഞ്ഞതെല്ലാം പഴയ നിയമ വചനങ്ങൾ മാത്രം. അതിനർത്ഥം മാതാവിനെല്ലാം കാണാപ്പാടായിരുന്നുള്ളതാണ്. നല്ല കാണാപ്പാടായിരുന്നു പഴയ നിയമം മുഴുവൻ. വ്യവസായിപ്പം എല്ലാ കാര്യങ്ങളിലും ചിട്ടയുള്ള മനുഷ്യൻ, ദൈവത്തെ മാത്രം. ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഒരാൾക്ക് ദൈവം പറയുന്നത് കേൾക്കാൻ പറ്റണമെങ്കിൽ ഉണർന്നിരിക്കുമ്പോൾ എപ്പോഴും ദൈവത്തെ പറ്റി പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾ തന്നെ. അതുകൊണ്ട് വീട് മുഴുവൻ ദൈവിക കാര്യങ്ങളാണ്. പിന്നീട് ബാല്യത്തിൽ തന്നെ ഈശോയെ സമർപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പല കാര്യങ്ങളും ദേവാലയത്തിൽ കൃത്യമായിട്ട് അവർ പോകുന്നുണ്ട്. ഈശോ ചെറുപ്പം മുതൽ തന്നെ സിനഗോഗിലെ സ്ഥിരം ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോയും പഴയ നിയമ ഗ്രന്ഥങ്ങളിലെല്ലാം കാണാപ്പാടമായിരുന്നു. ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇതാണ്, കുഞ്ഞിനെ ദേവാലയത്തോട് ചേർത്ത് വളർത്തുകയാണെങ്കിൽ എവിടെ കാണാതെ പോയാലും അവനെ ദേവാലയ പരിസരത്ത് തന്നെ കണ്ടുമുട്ടും. ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ അവൻ കാണും. അതായത് ചെറുപ്പത്തിൽ നമ്മൾ പല മാതാപിതാക്കളും വിഷമമുണ്ട്. കുഞ്ഞുനാളിൽ അവൻ അൾത്താര സംഘത്തിൽപ്പെട്ടവനായിരുന്നു, അല്ലെങ്കിൽ അവൻ പള്ളിയിൽ പ്രവർത്തിച്ചവനായിരുന്നു, KCBM ഉണ്ടായവനായിരുന്നു. പക്ഷേ വലുതായി കഴിയുമ്പോൾ ആൾ മാറിപ്പോയി, അവൻ പള്ളി വരുന്നില്ല. പേടിക്കണ്ട, കുഞ്ഞിനെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എത്ര കാലങ്ങൾക്ക് ശേഷവും കർത്താവിൻ്റെ കരവലത്തിൽ അവൻ കാണും. അവൻ അധികം ദൂരം അകന്നു പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഉദരത്തിൽ മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആത്മീയത മുഴുവൻ കൊടുത്തു തന്നെ വളർത്തിക്കഴിഞ്ഞാൽ എത്ര വലുതായാലും എത്ര അകന്നു പോയാലും അവനെ ദേവാലയ പരിസരങ്ങളിൽ തന്നെ കർത്താവ് അവനെ കരുതലോടെ കാസൂച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഉറപ്പാണ്. കണ്ണുകളൊക്കെ അടച്ച് ഈശോയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ കുടുംബമൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കട്ടെ. പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച് നിൽക്കട്ടെ. ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ വിളിയാണ് ഞാൻ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ശുദ്ധീകരണത്തിൽ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുവചനം പറയുന്നത് പോലെ തെരുവീഥികളിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നീ എഴുന്നേറ്റ് തെരുവീഥികൾ തകർന്നു വീഴുന്ന യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു. കർത്താവേ, ഇത് ഞങ്ങളുടെ വിളിയാണ് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. തിരുസഭയിലൂടെ നീ ഞങ്ങൾക്ക് വലിയ വിളി തന്നിരിക്കുകയാണ്. അത് ബോധ്യപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ഈശോയെ നിരാശരക്കപ്പെട്ടുപോയ ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ ഈ നിമിഷം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവരെ തിരിച്ചു കൊണ്ടുവരണമേ. നിന്റെ സ്വർഗത്തിൻ്റെ കാര്യം അവരുടെ മേലെ നീട്ടാനായിട്ട് നീ കനിവുണ്ടാകണമേ. ആരും കരുതാനില്ല എന്ന് നിരാശപ്പെട്ട് ആത്മഹത്യയിലേക്ക് നീങ്ങി പോകുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. മാതാപിതാക്കളായ ഞങ്ങൾക്കുള്ള എല്ലാ കുറവുകളുടെ മേഖലകളിലേക്കും എല്ലാ ഇല്ലായ്മകളിലേക്കും അമ്മേ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ അയക്കാനായിട്ട് അമ്മയുടെ പ്രാർത്ഥന ഈ നിമിഷം കാരണമാകട്ടെ. നമുക്കൊന്നു ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.